എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ അവർ ആ വിവാഹത്തിന് തയ്യാറായത്. പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് അത് ഒരു പൊല്ലാപ്പ്? അത്തരം മോശമുള്ള രീതിയിലൊക്കെ കമന്റ് ഇടുന്നത് അതൊരു അസുഖം തന്നെയാണ്. മലയാളത്തിലെ ഒരു നടിയാണ് മീരാനന്ദൻ. ആ നടിയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ആ നടിയുടെ കല്യാണം, വിവാഹം കഴിഞ്ഞ ദിവസം കഴിയുകയുണ്ടായി. ആ വിവാഹം കഴിഞ്ഞ ആ പോസ്റ്റിന് താഴെ ചിലവർ കൊടുത്ത കമന്റ് ആണ്. ആ നടി ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ സ്വന്തം സമ്മതപ്രകാരമാണ് അവരുടെ വിവാഹം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. അതിന് അവരുടെ ജീവിതത്തിലേക്ക് കയറിയിട്ട് ആ നടിയുടെ ഭർത്താവിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളൊക്കെ ഇട്ടപ്പോ എത്രത്തോളം ഒരു അതപ്പതിച്ച രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. അവർക്കില്ലാതൊരു പ്രശ്നം എന്താണ്? അത് കാണുന്നവർക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? എല്ലാവർക്കും അവരുടേതായ സൗകര്യങ്ങളില്ലേ? ആ നടിയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് കിട്ടിയ ഭർത്താവ് വളരെ എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ അവർ ആ വിവാഹത്തിന് തയ്യാറായത്. പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് അത് ഒരു പൊല്ലാപ്പ്? അതിന്റെ അടിയിൽ എന്തെല്ലാം രീതിയിൽ എത്ര ബൾഗറായിട്ടാണ് ഓരോരുത്തർ കമന്റ് കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി അവർക്കില്ലാതെ പ്രശ്നങ്ങളെ ഈ കമന്റ് ഇടുന്നവർക്ക് എന്താണ് അത്രത്തോളം വ്യാകുലതപ്പെടേണ്ട ആവശ്യം? അവരാണോ ആ ചെറുക്കനെ ഇത് ചെയ്യേണ്ടത്? അവർ ആരെങ്കിലും ബന്ധുക്കളാണോ? അല്ലെങ്കിൽ ആ നടിയുടെ ആരെങ്കിലും ആൾക്കാരാണോ ഈ കമന്റ് ഇടുന്നവരൊക്കെ? മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കയറിയിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ അത് മോശമാണ്, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്നൊക്കെ വിലയിരുത്താൻ ഈ കമന്റ് ഇടുന്നവർ ആരാണ്? അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരാളെയും നമ്മൾ ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും എല്ലാവരുടേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ആ നടി മീരാനന്ദൻ എന്ന ആ നടി അദ്ദേഹത്തെ അവർക്ക് കിട്ടിയ ഭർത്താവിനെ വളരെ പൂർണ്ണമായും സമ്മതത്തോടു കൂടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. അതെല്ലാവരും നാലാളെ വിളിച്ചുകൊണ്ട് എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത്, അല്ലാതെ സ്വകാര്യമായിട്ടൊന്നല്ല. അതുകൊണ്ടാണല്ലോ ഇത്തരക്കാർക്ക് ഒരു കമന്റ് ഇടാനും വെടിവെച്ചത്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ വീഡിയോയുടെ താഴെ, ആ പോസ്റ്റിന്റെ താഴെയൊക്കെ എത്ര മോശപ്പെട്ട രീതിയിലാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. അത് വായിക്കുന്ന ആ കുടുംബത്തിന്, അവരുടെ അതായത് ചെറുക്കന്റെയും ആ പെണ്ണിന്റെയും കുടുംബത്തിനുണ്ടാകുന്ന വിഷമങ്ങൾ എത്രത്തോളം ഉണ്ടാവും. മറ്റുള്ളവരുടെ വേദനിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരു ആനന്ദം കണ്ടെത്തുന്നത് അത് ഒരുതരം സൈക്യയാണ്. അത് ഒരു അസുഖം തന്നെയാണ്. അത് ഒരുതരം മനോവിഭ്രാന്തിപരമായിട്ടുള്ള ഒരു അസുഖമാണ്. മറ്റുള്ളവർക്കില്ലാത്ത പ്രശ്നങ്ങളെ നമ്മൾക്ക് എന്തോ ഒരു പ്രശ്നമാണ്, അത് നമ്മൾക്ക് എന്തോ രീതിയിലുള്ള ഒരു വ്യാകുലതമാണെന്നുള്ള കണ്ടിട്ട് അത്തരം മോശമുള്ള രീതിയിലൊക്കെ കമന്റ് ഇടുന്നത് അതൊരു അസുഖം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അതിന് സ്വയം ചികിത്സയ്ക്ക് വിധേയമാകുകയാണ് ചെയ്യേണ്ടത്.